അമൃത, അങ്ങനെ ഒരു സൂചനയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒക്കെയായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു KPCC പ്രസിഡന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നു. ആ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ നടപടി എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തന്നെ നിലവിലെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിലപാടാണ്. രാഹുലിനെ പാർട്ടിയിൽ വെച്ച് നിർത്തരുത്, ഇത്തരം വലിയ തരത്തിലുള്ള പരാതിയാണ് നിലവിൽ തെളിവുകൾ ഉൾപ്പെടെയായി പുറത്തു വന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ അത് വലിയ തിരിച്ചടിയാകും, പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോകും എന്നുള്ള നിലപാട് പ്രതിപക്ഷ നേതാവൊക്കെ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ MLA സ്ഥാനത്ത് ഇപ്പോഴും രാഹുൽ ഇരിക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ ഇരിക്കുന്നു. രണ്ടാമതൊരു പരാതി അത് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും രാഹുലിനെ ചുമന്ന് നടക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3-4 ദിവസം മാത്രം ബാക്കിയിരിക്കെ വലിയ തിരിച്ചടിയാകും. CPM-ഉം ഒപ്പം തന്നെ LDF-ഉം ഒക്കെ വലിയ പ്രതിരോധം ഇക്കാര്യത്തിൽ കോൺഗ്രസിന് മേൽ ചെലുത്തുമെന്നുള്ള ഒരു നിലപാടിലേക്ക് നിലവിൽ എന്തായാലും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂടി എടുത്ത കൂടിയാലോചനയും ഒക്കെ നടത്തി ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ അത് 11 മണിയോടുകൂടി ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 11 മണിക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ ഒരു ജാമ്യം അപേക്ഷ തള്ളുന്ന നിലപാടിലേക്ക് കോടതി എത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ പിന്നീട് വെച്ചേക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സൂചനയാണ് എന്തായാലും നിലവിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മറ്റ് സർക്കാരിനെതിരെ വലിയ വിഷയങ്ങൾ ഒരുപാടുണ്ട്, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതൊന്നും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്ത നിലയിൽ ആണ് നിലവിലെ സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി കടുത്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി.